മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. മഹാബലിയെ നിഗ്രഹിക്കാൻ മഹാവിഷ്ണു വാമനാവതാരം സ്വീകരിച്ചു. വാമനൻ ഒരു ബാലകനായി മഹാബലിയുടെ കൊട്ടാരത്തിലെത്തി. 3 അടി ഭൂമി വരമായി ആവശ്യപ്പെട്ട വാമനനെ മഹാബലി സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നാൽ വാമനൻ വളർന്ന് ആകാശവും ഭൂമിയും അളന്നെടുത്തു. 3 അടി വെക്കാൻ മഹാബലിയുടെ തല മുന്നോട്ട് വെച്ച് അദ്ദേഹത്തിന്റെ ഭരണം അവസാനിപ്പിച്ച് പാതാള ലോകത്തേക്ക് അയച്ചു. എന്നാൽ മഹാബലിയുടെ നിഷ്കളങ്കതയും സദ്ഗുണങ്ങളും കണ്ട് മഹാവിഷ്ണു അദ്ദേഹത്തോട് ഓരോ വർഷവും തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിൽ വരാം എന്ന വരം നൽകി. ഈ മാവേലി മന്നന്റെ വരവേൽപ്പിനായി ആഘോഷിക്കുന്നതാണ് ഓണം. Wow, that's really interesting. I didn't know it was tied to such a significant myth. Are there any specific traditions during the festival? തീർച്ചയായും കേരളത്തിൽ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഓണം. ഇത് വിളവെടുപ്പിന്റെ കൂടി ഓണം ഉത്സവമാണ്.